പ്യാർ പഹലെ ബാരിസ് കി ബൂന്തോ മേം ഹി. ആദ്യ മഴത്തുള്ളിയിലും സ്നേഹമുണ്ട്. പ്യാർ ഫൂലോങ്കി ഖുശ്ബൂ മേം ഹി. പൂക്കളുടെ സുഗന്ധത്തിലും സ്നേഹമുണ്ട്. പ്യാർ ഢൽത്തെ സൂരജ് കി കിരണോ മേം ഹി. അസ്തമയ സൂര്യന്റെ കിരണങ്ങളിലും സ്നേഹമുണ്ട്. പ്യാർ ഹർ നയേ ദിൻ കി ഉമ്മിദ് മേം ഹി. ഓരോ പുതുദിന പ്രതീക്ഷയിലും സ്നേഹമുണ്ട്. ഇനി നമ്മുടെ പാഠമായ ബീർബഹൂട്ടിയിലേക്ക്. എന്താണ് ബീർബഹൂട്ടി? ആരാണ് ബീർബഹൂട്ടി എന്ന ഈ കഥ എഴുതിയത്? ബീർബഹൂട്ടി എന്നാൽ മഴക്കാലത്ത് കാണപ്പെടുന്ന ഒരു തരം ചുവന്ന പ്രാണിയാണ്. ബീർബഹൂട്ടി എന്ന കഥ എഴുതിയത് പ്രഭാത് എന്ന കഥാകൃത്താണ്. അദ്ദേഹം രാജസ്ഥാനിലെ കരോളിയിൽ 1972 ജനിച്ചത്. കവി മാത്രമല്ല, ഒരു കഥാകൃത്തും കൂടിയാണ് അദ്ദേഹം. ബീർബഹൂട്ടി എന്ന പാഠഭാഗം നമുക്ക് ഇനി പരിചയപ്പെടാം. ബാദൽ ബഹുത്ത് ബറസ് ലിയേ ഥേ. ബാദൽ മേഘം, ബറസ്ന പെയ്യുക. ബാദൽ ബഹുത്ത് ബറസ് ലിയേ ഥേ. മഴ വളരെയധികം പെയ്തിരുന്നു. ഫിർഫി ബഹുത്ത് സാരാ പാനി ഉന്മേം ബജാം ഹുവാ ഥാ. ഫിർഫി എന്നിരുന്നാലും, ബഹുത്ത് സാരാ പാനി വളരെയധികം ജലം, ഉന്മേം ബജാ ഹുവാ ഥാ അതിൽ അവശേഷിച്ചിരുന്നു. വേ ഖേത്തോം ജംഗലോങ്കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. ഖേത്ത് വയല്, ജംഗൽ കാട്, ഊപ്പർ മുകളിൽ. വേ ഖേത്തോം അവ വയലുകളുടെയും, ജംഗലോങ്കെ ഊപ്പർ കാടുകളിലെയും മുകളിൽ, ഛായേ ഹുയേ ഥേ നിഴലിച്ചിരുന്നു. സാരാ ആകാശ് മേഘോം സേ ഭരാ ഥാ. സാരാ ആകാശ് ആകാശം മുഴുവനും, മേഘോം സേ ഭരാ ഥാ ഭരാ ഥാ നിറഞ്ഞതായിരുന്നു. ആകാശ് മേഘോം സേ ഭരാ ഥാ ആകാശം മേഘങ്ങൾ നിറഞ്ഞതായിരുന്നു. മേഘോം കി ഛായാവോ മേം ഗീലി ഹവായേം ഇധർ ഉധർ ഘൂം രഹി ഥി. മേഘോം കി ഛായാവോ മേം മേഘങ്ങളുടെ ആ നിഴലിൽ നിന്ന്, ഗീലി ഹവായേം ഗീലി നനഞ്ഞ, ഹവായേം കാറ്റുകൾ, ഇധർ ഉധർ അവിടെയും ഇവിടെയും, ഘൂം രഹന ചുറ്റിക്കറങ്ങുക. മേഘോം കി ഛായാവോ മേം മേഘങ്ങളുടെ ആ നിഴലുകളിൽ നിന്ന്, ഗീലി ഹവായേം തണുത്ത കാറ്റുകൾ അവിടെയും ഇവിടെയും ചുറ്റിക്കറങ്ങിയിരുന്നു. അതായത് കാറ്റുകൾ വീശി അടിച്ചുകൊണ്ടേയിരുന്നു. പേടോങ്കെ തനെ അഫീഫി ഗീലേ ഥേ. പേടോങ്കെ തനെ വൃക്ഷങ്ങളുടെ തായ്തടികൾ, അഫീഫി ഇപ്പോഴും, ഗീലേ ഥേ ഗീല നനഞ്ഞ, നനഞ്ഞു തന്നെയായിരുന്നു. മൂംഫലിയോങ്കെ ഹരേ ഹേത്തോ മേം പീലേ ഫൂൽ അഫീഫി ഗീലേ ഥേ. മൂംഫലി നിലക്കടല, ഹരേ ഹേത്ത് പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, പീലേ ഫൂൽ മഞ്ഞപ്പൂവ്. നിലക്കടലകൾ നിൽക്കുന്നതായ ആ വയലുകളിലെ മഞ്ഞപ്പൂക്കൾ, അഫീഫി ഗീലേ ഥേ ഇപ്പോഴും നനഞ്ഞു തന്നെയായിരുന്നു. ഖേത്തോ മേം ഛോട്ടാ ഛോട്ടാ ബാജറ ഉഗാ ഥാ. ഛോട്ടാ ഛോട്ടാ ചെറിയ ചെറിയ, ഉഗിന മുളയ്ക്കുക. ഖേത്തോ മേം ഛോട്ടാ ഛോട്ടാ ബാജറ ഉഗാ ഥാ. വയലുകളില് ചെറിയ ചെറിയ ബജ്റകൾ മുളച്ചു നിന്നിരുന്നു. ബജ്റയ്ക്ക് ലംബേ പതലേ പാത്തോ മേം പാനി കി ബൂന്തേം അടക്കി ഹുയി ഥീ. ബാജറയുടെ ലംബേ നീളമുള്ള, പതലേ കനം കുറഞ്ഞ, പാത്തോം ഇലകൾ, പാനി ജലം, ബൂന്തേം തുള്ളികൾ, അടക്കി ഹുയി ഥീ തങ്ങി നിന്നിരുന്നു. ബാജറയ്ക്ക് ലംബേ പതലേ പാത്തോ മേം ബജ്റയുടെ ആ നീളമുള്ളതും കനം കുറഞ്ഞതുമായ ആ ഇലകളിൽ,
പാനിക്ക് ബൂന്തേ ജലത്തുള്ളികൾ അട്കി ഹുയി ഥി തങ്ങി നിന്നിരുന്നു. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध खुली हुई थी. बारिश की हवा में മഴക്കാലത്തെ ആ കാറ്റിൽ നനഞ്ഞ വയലുകളുടെയും മഴക്കാല പച്ചപ്പിന്റെയും ഗന്ധം കലർന്നിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ബാദൽ ബഹുത്ത് ബറസ് ലിയേ ഥേ വളരെയധികം മഴ പെയ്തിരുന്നു. ഫിർഫി ബഹുത്ത് സാരാ പാനി ഉൻമേ ബജാ ഹുവാ താ എന്നിരുന്നാലും വളരെയധികം ജലം ആ മേഘങ്ങളിൽ തന്നെ അവശേഷിച്ചിരുന്നു. വേ ഖേത്തോം ജംഗലോങ്കെ ഊപ്പർ ചായേ ഹുയേ ഥേ അവ ആ മഴമേഘങ്ങള് വയലുകളുടെയും കാടുകളുടെയും മുകളിൽ നിഴലിച്ചിരുന്നു. സാര ആകാശ് മേഘോം സേ ഫരാദ ആകാശം മുഴുവനും മേഘങ്ങൾ നിറഞ്ഞതായിരുന്നു. മേഘോങ്കെ ഛായാവോമേം ഗീലി ഹവായേം ഇധറുദർ ഘൂം രഹി ഥി മേഘങ്ങളുടെ ആ തണലുകളിൽ നിന്ന് തണുത്ത കാറ്റ് അവിടെയും ഇവിടെയും വീശി അടിച്ചുകൊണ്ടേയിരുന്നു. പേടോങ്കെ തന്നെ അഫീഫി ഗീലേതെ വൃക്ഷങ്ങളുടെ തായ്തടികൾ ഇപ്പോഴും നനഞ്ഞു തന്നെയിരുന്നു. മൂഫലിയോങ്കെ ഹരേ ഹേത്തോമേം പീലെ ഫൂൽ അഫീഫി ഗീലേതെ നിലക്കടലുകളുടെ ആ പച്ചപ്പ് നിറഞ്ഞതായ വയലുകളിലുള്ള മഞ്ഞപ്പൂക്കൾ ഇപ്പോഴും നനഞ്ഞു തന്നെയായിരുന്നു. ഖേത്തോമേം ചോട്ടാ ചോട്ടാ ബാജര ഉഗാദ വയലുകളില് ചെറിയ ചെറിയ ബജ്ര മുളച്ചു നിന്നിരുന്നു. ബജ്രയ്ക്ക് ലെമ്പെ പതലെ പാത്തോമേ പാനിക്ക് ബൂന്തേം അട്കി ഹുയി ഥി ബജ്രയുടെ ആ നീളമുള്ളതും കനം കുറഞ്ഞതുമായ ഇലകളിൽ ജലത്തുള്ളികൾ തങ്ങി നിന്നിരുന്നു. ബാരിസ് കി ഹവാമേ ഗീലെ ഖേത്തോം और बारिश की हरियाली की गंध खुली हुई थी മഴക്കാലത്തെ കാറ്റിൽ നനഞ്ഞ വയലുകളുടെയും മഴക്കാല പച്ചപ്പിന്റെയും ഗന്ധം കലർന്നിരുന്നു. ഉനെ വീർബഹൂട്ടിയോം സേ മിൽനാ ഹോത്താ താ അവർക്ക് ആ ചുവന്ന പ്രാണികളെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പഹലെ നികൽ ആതേ ഥേ അതുകൊണ്ട് അവര് സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് വളരെ നേരത്തെ പുറപ്പെട്ടിരുന്നു. കസ്ബേ സേ സഡേ ഇൻ ഖേത്തോമേ വീർബഹൂട്ടിയാം ഖോജാ കർത്തേ ഥേ കസ്ബ ചെറിയ പട്ടണം. കസ്ബേ സേ സഡേ ചെറിയ പട്ടണത്തോട് ചേർന്നുള്ള ഇൻ ഖേത്തോമേം ഈ വയലുകളില് വീർബഹൂട്ടിയാം ഖോജാ കർത്തേതേ അവര് ആ ചുവന്ന പ്രാണികളെ അന്വേഷിച്ചിരുന്നു. ഖോജന അന്വേഷിക്കുക. സൂർഖ മുലായം ഗദ്ബദി വീർബഹൂട്ടിയാം സൂർഖ ചുവന്ന നിറമുള്ള മുലായം മൃദുവായ ഗദ്ബദി ഭംഗിയുള്ള ചുവന്ന നിറമുള്ളതും മൃദുവായതും ഭംഗിയുള്ളതുമാണ് ഈ പ്രാണികൾ. धरती पर चलती फिरती खून की प्यारी प्यारी बूंदें धरती ഭൂമി ചലന ഫിർന ചുറ്റിക്കറങ്ങുക ഖൂൻ രക്തം ബൂന്ത് തുള്ളി धरती पर चलती फिरती खून की प्यारी प्यारी बूंदें ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങുന്ന ചെറിയ ചെറിയ രക്തത്തുള്ളികളാണെന്നാണ് ഈ ചുവന്ന പ്രാണികളെ കാണുമ്പോൾ തോന്നുന്നത്. उनके बस्ते उनकी पीठ पर लदे होते थे कंधों पर टंगे होते थे बस्ता ബാഗ് പീഡ് പുറം കന്ത തോള് ഉൻകെ ബസ്തെ അവരുടെ ബാഗ് ഉൻകി പീഡ് പർ ലദേ ഹോത്തേ ഥേ അവര് പുറത്തോട്ട് ചേർത്ത്
കന്തോംബർ ഢങ്കേ ഹോത്തേതേ, തോളിൽ തൂക്കിയിട്ടിരുന്നു. വേ ഏക ദൂസരേ കെ ബഹുത് നസ്ദീക് രഹ്കർ ബൽകി കഹനാ ചാഹിയേ ബിൽകുൽ സട്കർ ബീർബഹൂട്ടിയാം ഖോജത്തേതേ, ഖോജന അന്വേഷിക്കുക. വേ ഏക ദൂസരേ കെ ബഹുത് നസ്ദീക് രഹ്കർ, അവര് രണ്ടുപേരും പരസ്പരം വളരെ അടുത്ത് ചേർന്നിരുന്ന്, ബൽകി കഹനാ ചാഹിയേ ബിൽകുൽ സട്കർ ബീർബഹൂട്ടിയാം ഖോജത്തേതേ, ആ ചുവന്ന പ്രാണികളെ അന്വേഷിച്ചിരുന്നു. उन्हें देखने के लिए वे बारिश की गंध भरी पूरी जमीन पर बैठ जाया करते थे. उन्हें देखने के लिए, ആ പ്രാണികളെ കാണുന്നതിന് വേണ്ടി വേ അവര് ആ കുട്ടികള് ബാരിസ് കി ഗന്ധ് ഭരി മഴയുടെ ഗന്ധമുള്ളതായ പൂരി സെമീൻ ബർ ബഡ്സ് ജായ കർത്തേതേ, ആ തവിട്ട് നിറമുള്ള ആ നിലത്ത് ആ തറയില് ഇരുന്ന് അവർ ആ പ്രാണികളെ അന്വേഷിക്കുകയാണ്. ഒന്നുകൂടെ നോക്കാം. ഉനേം ബീർബഹൂട്ടിയോം സെ മിൽനാ ഹോത്താ, അവർക്ക് ആ ചുവന്ന പ്രാണികളെ കാണേണ്ടതായിട്ടുണ്ട്. സോ വേ സ്കൂൾ കെ ലിയേ ഘർ സേ കുച്ച് സമയ പകലേ നികലാത്തേതേ, അതുകൊണ്ട് അവര് സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് വളരെ നേരത്തെ പുറപ്പെട്ടിരുന്നു. കസ്ബേ സേ സഡേ ഇൻ ഖേത്തോ മേ ബീർബഹൂട്ടിയാം ഖോജ കർത്തേതേ, ചെറിയ പട്ടണത്തോട് ചേർന്നുള്ള ആ വയലുകളിൽ ഈ ചുവന്ന പ്രാണികളെ അവര് അന്വേഷിച്ചിരുന്നു. സൂർഖ് മുലായം ഗദ്ബതി ബീർബഹൂട്ടിയാം, ചുവന്ന നിറമുള്ള മൃദുവായ ഭംഗിയുള്ള പ്രാണികൾ. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്ദേ, ഭൂമിയിലൂടെ ചുറ്റിക്കറങ്ങുന്ന ചെറിയ ചെറിയ രക്തത്തുള്ളികളാണെന്നാണ് ഈ പ്രാണികളെ കാണുമ്പോൾ തോന്നുന്നത്. ഉൻകെ ബസ്തേ ഉൻകി പീഡ് പർ ലദേ ഹോത്തേതേ, കന്തോംബർ ടങ്കേ ഹോത്തേതേ, അവരുടെ ബാഗുകള് പുറത്തോട് ചേർത്ത് തോളിൽ തൂക്കിയിട്ടിരുന്നു. വേ ഏക ദൂസരേ കെ ബഹുത് നസ്ദീക് രഹ്കർ ബൽകെ കഹനാ ചാഹിയേ ബിൽകുൽ സട്കർ ബീർബഹൂട്ടിയാം ഖോജത്തേതേ, അവര് പരസ്പരം വളരെ അടുത്ത് ചേർന്നിരുന്ന് ചുവന്ന പ്രാണികളെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഉനേം ദേഖനെ കെ ലിയേ വേ ബാരിസ് കി ഗന്ധ് ഭരി പൂരി ജമീൻ പർ ബൈഠ് ജായാ കർത്തേതേ, ഉനേം ദേഖനെ കെ ലിയേ ആ പ്രാണികളെ കാണുന്നതിന് വേണ്ടി അവര് ആ കുട്ടികള് ബാരിസ് കി ഗന്ധ് ഭരി മഴയുടെ ഗന്ധമുള്ളതായ പൂരി സെമീൻ ആ തവിട്ട് നിറമുള്ള ആ നിലത്ത് കൊത്തിയിരുന്നവര് ആ പ്രാണികളെ നോക്കുകയാണ്. ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരേ റിബൻ കെ ജൈസാ ലാൽ ഹേ, സാഹിലിനെ കഹ, സാഹില് പറയുകയാണ്, ബേല ദേഖോ, ബേല നീ ഒന്ന് നോക്കിക്കേ, ഇസ് ബീർബഹൂട്ടി കാ രംഗ്, രംഗ് നിറം, ലാൽ ചുവപ്പ്, ബേല നീ ഒന്ന് നോക്കിക്കേ ഈ ചുവന്ന പ്രാണികളുടെ നിറം, തുമാരേ റിബൺ കെ ജൈസാ ലാൽ ഹേ, നിന്റെ റിബണിന്റെ അതേ ചുവന്ന കളറാണ്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാം സുനാ, ഞാൻ കേട്ടു. പഹലി ഖണ്ഡി ലഗ് ഗയി ഹേ, ആദ്യത്തെ ബെല്ലടിച്ചു. ലേക്കിൻ മുझे പെൻ മേം സ്യാഹി ഫി ഫർവാനി ഹേ ദുകാൻ സേ, സ്യാഹി മഷി, ഫർവാന നിറയ്ക്കുക, ദുകാൻ കട. ലേക്കിൻ എന്നാൽ, മുझे പെൻ മേം സ്യാഹി ഫി ഫർവാനി ഹേ, എന്നാൽ എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം കടയിൽ നിന്ന്. ഒന്നൂടെ, ബേല देखो इस बीरबहूटी का रंग तुम्हारे रिबन के जैसा लाल है, സാഹിലിനെ കഹ, സാഹില് പറയാണ്, ബേല നീ ഒന്ന് നോക്കിക്കേ ഈ ചുവന്ന പ്രാണികളുടെ നിറം നിന്റെ റിബണിന്റെ അതേ ചുവപ്പാണ്. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാം സുന, ഞാൻ കേട്ടു. പഹലി ഖണ്ഡി ലഗ് ഗയി ഹേ, ആദ്യത്തെ ബെല്ലടിച്ചു.
लेकिन मुझे पेन में स्याही फी ഫർവാനി ഹേ ദുകാൻ സേ. എന്നാൽ എനിക്ക് കടയിൽ നിന്ന് പേനയിൽ മഷി നിറയ്ക്കണം. 1981 का साल 1981 വർഷം. राजस्थान में जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂർ के नजदीक സമീപം സവാരി ഗാഡി യാത്രാവണ്ടി, മാൽഗാഡി ചരക്ക് വണ്ടി, ഭര നിറഞ്ഞ. രാജസ്ഥാൻ में जयपुर के नजदीक രാജസ്ഥാനിലെ ജയ്പൂർക്ക് സമീപം സവാരി ഗാഡിയും യാത്രാവണ്ടികളും മാൽഗാഡിയും സേ സദാ ഭര ഫുലേര ജംഗ്ഷൻ ചരക്ക് വാഹനങ്ങളും എല്ലായ്പ്പോഴും നിറഞ്ഞതായ ഫുലേര ജംഗ്ഷൻ. കസ്ബെ കെ ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ. കസ്ബെ ചെറിയ പട്ടണം, ലഗ്ഭഗ് ഏകദേശം, സൂനി വിജനമായ, തങ്ക് ഇടുങ്ങിയ, ഗലി തെരുവ്. കസ്ബെ കെ ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ ചെറിയ പട്ടണത്തിലെ ഏകദേശം വിജനവും ഇടുങ്ങിയതുമായ തെരുവുകൾ. ഗലിയോമേം ഖമോസ് ഖഡെ ബിജലി കെ ഖംബെ. ഗലിയോമേം തെരുവുകളിൽ ഖമോസ് നിശബ്ദമായി, ഖഡെ നിൽക്കുന്ന, ബിജലി കെ ഖംബെ വൈദ്യുത തൂണുകൾ. ഗലിയോമേം ഖമോസ് ഖഡെ ബിജലി കെ ഖംബെ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന വൈദ്യുത തൂണുകൾ. ഖംബോങ്കെ ബീച്ച് ഖീഞ്ചി താരോങ്കി കതാരെ. ഖീഞ്ചന വലിക്കുക, താരോങ്കി കതാരേം കമ്പികളുടെ നിര. ഖംബോങ്കെ ബീച്ച് ഖീഞ്ചിയും താരോങ്കി കതാരേം തൂണുകളുടെ ഇടയിലൂടെ വലിച്ചിരിക്കുന്ന കമ്പികളുടെ നിരകൾ. ഇൻ ഗലിയോമേം जहां तहां दिखाई पड़ते मीठी खंडियां बजाते फेरी वाले കച്ചവടക്കാര്. ഇൻ ഗലിയോമേം ഈ തെരുവുകളില് ജഹാൻ തഹാൻ ദിഖായി പട്ടേ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാണപ്പെടുന്ന മീഠി ഖണ്ഡിയാം ബജാത്തെ ഫേരി വാലേ മധുരമായ ശബ്ദത്തിൽ മണിമുഴക്കി സാധനങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്നതായ കച്ചവടക്കാര്. ഏക്ക് അന്തേരി സി ഗലി में छह सात गधोंगी खुरोंगी टापोंगी आवासे. അന്തേരി ഇരുൾ നിറഞ്ഞ, ചഹ് സാത്ത് 6-7, ഗധ കഴുത, ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ കുളമ്പടി ശബ്ദങ്ങൾ. ഏക്ക് അന്തേരീസി ഗലീമേം ഒരു ഇരുൾ നിറഞ്ഞതായ തെരുവില് 6-7 ഗധോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ. ഉൻകെ പീച്ചെ ചൽത്താ ഏക് ബധൻ ഉഖാടെ കുംഹാർ. ബധൻ ഉഖാടെ കുംഹാർ എന്ന് പറഞ്ഞാൽ ഷർട്ട് ഇടാത്തതായ കുശവൻ. ഉൻകെ പീച്ചെ ചൽത്ത അവയുടെ പുറകെ നടക്കുന്നതായ ഒരു ബധൻ ഉഖാടെ കുംഹാർ ഷർട്ട് ഇടാത്തതായ കുശവൻ. इसी दृश्य के बीच से गुजरते हुए दो स्कूली बच्चे बेला और साहिल. इसी दृश्य के बीच से ഈ കാഴ്ചയുടെ ഇടയിലൂടെ ഗുസർത്തെ ഹുയെ കടന്നു വരുന്ന ദോ സ്കൂളി ബच्चे 2 സ്കൂൾ കുട്ടികൾ ബേലയും സാഹിലും. ഉൻ ദിനോം പെൻ में 5 पैसे में नीली स्याही फरी जाती थी. ഉൻ ദിനോം ആ ദിവസങ്ങളില് പെൻമേം പേനയില് 5 പൈസേമേം 5 പൈസയ്ക്ക് നീലി സ്യാഹി ഫരി ജാത്തി തി നീല മഷി നിറയ്ക്കുമായിരുന്നു. സ്റ്റേഷനറി കി ദുകാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേം സ്യാഹി ഫർത്തെ തെ. സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ചിരുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. 1981 का साल 1981 वर्षम. राजस्थान में
जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനില് ജയ്പൂരിന് സമീപമായി യാത്രാവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും എല്ലായ്പ്പോഴും നിറഞ്ഞതായ ഫുലേര ജംഗ്ഷൻ. കസ്ബെ കി ലഗ്ഭഗ് സൂനി തംഗ് ഗലിയ. ചെറിയ പട്ടണങ്ങളിൽ ഏകദേശം വിജനമായതും ഇടുങ്ങിയതുമായ തെരുവുകൾ. ഗലിയോമേം ഖമോസ് ഖടെ ബിജലി കെ ഖംഭെ. തെരുവുകളില് നിശബ്ദം നിൽക്കുന്ന വൈദ്യുത തൂണുകൾ. ഖംഭോങ്കെ ബീച്ച് ഖീഞ്ചി താരോങ്കി കതാരെ. ആ തൂണുകളുടെ ഇടയിലൂടെ വലിച്ചിരിക്കുന്നതായ കമ്പികളുടെ നിരകൾ. ഇൻ ഗലിയോമേ ജഹാം തഹാം ദിഖായി പട്ടെ മീठी കണ്ടിയാം ബജാത്തെ ഫേരിവാലെ. ഈ തെരുവുകളില് അവിടെയും ഇവിടെയും മധുരമായ ശബ്ദത്തിൽ മണിമുഴക്കിക്കൊണ്ട് കച്ചവടം നടത്തുന്നതായ കച്ചവടക്കാര്. ഏക അന്തേരീസി ഗലിമേ ചഹ് സാത്ത് ഗതോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസേ. ഇരുൾ നിറഞ്ഞതായ തെരുവില് 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദങ്ങൾ. ഉൻകെ പീച്ചെ ചൽത്താ ഏക് ബദൻ ഉഖാടെ കുംഹാർ. അതിന്റെ പുറകെ നടന്നു വരുന്ന ഷർട്ടിടാത്തതായ ഒരു കുശവൻ. इसी दृश्य के बीच से गुजरते हुए 2 സ്കൂളി ബच्चे ബേല और സാഹിൽ. ഈ കാഴ്ചക്കിടയിലൂടെ കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികൾ ബേലയും സാഹിലും. ഉൻ ദിനോം പെൻമേം 5 പൈസേമേം നീലി സ്യാഹി ഫരി ജാത്തി थी. ആ ദിവസങ്ങളിൽ പേനയില് 5 പൈസയ്ക്ക് നീലമഷി നിറയ്ക്കുമായിരുന്നു. स्टेशनरी की दुकान वाले ट्रोपर से पेन में स्याही भरते थे. സ്റ്റേഷനറി കടക്കാരൻ ട്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ചിരുന്നു.